കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽ തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസിഗർ 107.8 അവതരിപ്പിക്കുന്ന വിരൽ തുമ്പിലെ വിസ്മയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാസ്വേഡ് എന്നതിനെക്കുറിച്ച് നാം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പുത്തൻ പാസ്കീ സംവിധാനം പുറത്തിറക്കി ഗൂഗിൾ ഇപ്പോൾ. ഇതുവരെ കണ്ടുവന്ന പാസ്വേഡ് സുരക്ഷാ സംവിധാനങ്ങൾ പഴങ്കഥയാക്കി കാലഘട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ കൂടുതൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുന്ന പാസ്കീ സംവിധാനം പുറത്തിറക്കി ഗൂഗിൾ. കൂടുതൽ സുരക്ഷിതമായി ലോഗിൻ ചെയ്യാൻ ഇനി പാസ്കീ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഗൂഗിൾ ഔദ്യോഗിക ബ്ലോഗ് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒരാളുടെ വിരലടയാളം, മുഖം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻ ലോക്ക് പിൻ തുടങ്ങിയവ സ്കാൻ ചെയ്ത് അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന രീതിയെയാണ് പാസ്കീ എന്ന് വിളിക്കുന്നത്. തങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് പാസ്കീ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചതായി 2022 തന്നെ ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും പ്രഖ്യാപിച്ചിരുന്നു. ഒടുവിൽ ആ പ്രഖ്യാപനം ഗൂഗിൾ നടപ്പാക്കിയിരിക്കുകയാണ്. നിലവിൽ ഉപയോഗിക്കുന്ന പാസ്വേഡുകളേക്കാൾ കൂടുതൽ സുരക്ഷിതമായ മാർഗം എന്നതാണ് പാസ്കീകളുടെ പ്രസക്തി. AI-യും മറ്റും ശക്തി പ്രാപിച്ചു തുടങ്ങിയതോടെ പാസ്വേഡുകൾ വളരെ നിസ്സാരമായി തകർക്കാനും അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി നിയന്ത്രണം ഏറ്റെടുക്കാനും സാധിക്കും. അത്തരം ഭീഷണികൾ ഒഴിവാക്കാൻ പുതിയ പാസ്കീ സംവിധാനം ഏറെ ഫലപ്രദമാണ്. ലോക പാസ്വേഡ് ദിനമായ മെയ് 4 മുതൽ തന്നെ ഗൂഗിൾ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു അധിക ഓപ്ഷനായി പാസ്കീ സംവിധാനം ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയതായി ഗൂഗിൾ വ്യക്തമാക്കുന്നു. പാസ്കീ എത്തിയെങ്കിലും ഉപയോക്താക്കൾ ഉടൻ തന്നെ പുതിയ സംവിധാനത്തിലേക്ക് മാറണം എന്ന് ഗൂഗിൾ പറയുന്നില്ല. പകരം പതിയെ പാസ്വേഡുകളിൽ നിന്ന് പാസ്കീകളിലേക്ക് ഉപയോക്താക്കളെ മാറ്റിയെടുക്കാനാണ് ഗൂഗിളിൻ്റെ നീക്കം. വിരലടയാളം, മുഖം എന്നിവയും പാസ്കീയായി ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാൽ മറ്റുള്ളവർ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറുമെന്ന് പേടിക്കേണ്ടതില്ല. കൂടാതെ പാസ്വേഡ് ഓർത്തിരിക്കുക എന്ന വലിയ വെല്ലുവിളിയും ഒഴിവായി കിട്ടും. കഴിഞ്ഞ വർഷം iOS 16 പുറത്തിറക്കിയപ്പോൾ ആപ്പിൾ പാസ്കീകൾക്കുള്ള പിന്തുണ അതിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഗൂഗിളും ഔദ്യോഗികമായി പാസ്കീ സേവനം ലഭ്യമാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ സാധ്യമായ ഏറ്റവും ശക്തമായ സുരക്ഷ ഉറപ്പാക്കാൻ പാസ്കീ സംവിധാനം വഴിയൊരുക്കുന്നു. ബ്രൗസറായ ക്രോമിലും ആൻഡ്രോയിഡിലും പാസ്കീ ഓപ്ഷൻ കഴിഞ്ഞ 1 വർഷത്തോളമായി നൽകി വരുന്നുണ്ടായിരുന്നു എന്നും ഗൂഗിൾ പറയുന്നു. എങ്കിലും ഗൂഗിൾ അക്കൗണ്ടുകളിൽ പാസ്കീ ഉപയോഗിക്കാമെന്ന് ഇപ്പോഴാണ് ഗൂഗിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉപയോക്താക്കൾക്ക് പാസ്കീ സൃഷ്ടിക്കാൻ കഴിയും. ഇതിനായി myaccount.google.com എന്ന ലിങ്കിലേക്ക്, അതല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ചിത്രത്തിന് താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷനിലേക്ക് പോവുക. തുടർന്ന് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഗൂഗിളിലേക്ക് എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുന്നത് എന്നതിന് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ രണ്ടാമതായി പാസ്കീ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജിലേക്ക് എത്തുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കായി സൃഷ്ടിച്ച പാസ്കീകളുടെ ഒരു ലിസ്റ്റ് കാണാം. അതിൻ്റെ ഏറ്റവും താഴെയായി പാസ്കീ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഡിവൈസ് പിൻ അല്ലെങ്കിൽ ബയോമെട്രിക്സ് ആവശ്യപ്പെടും. അത് നൽകി പാസ്കീ സെറ്റ് ചെയ്യാവുന്നതാണ്. ഭാവിയിൽ പാസ്വേഡുകളുടെ സ്ഥാനത്ത് പാസ്കീകൾ ഇടം പിടിക്കും തീർച്ച. എന്നാൽ ആളുകൾക്കിടയിൽ പാസ്കീ പരിചിതമാകാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഗൂഗിൾ തന്നെ വിലയിരുത്തുന്നത്. പാസ്കീകളെ പിന്തുണയ്ക്കാത്ത ഉപകരണങ്ങളിൽ ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ട് പാസ്വേഡുകൾ തുടർന്നും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പാസ്വേഡുകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിക്കുള്ള ഏറ്റവും മികച്ച ബദൽ മാർഗമാണ് പാസ്കീകൾ എന്നാണ് വിലയിരുത്തൽ. ഇപ്പോഴത്തെ 1 2 3 4 ABCD പോലുള്ള ദുർബല പാസ്വേഡുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് പാസ്കീ. ഓൺലൈൻ വഴിയുള്ള ഫിഷിംഗ് ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകാൻ പാസ്കീക്ക് കഴിയുമെന്നതും ഇതിൻ്റെ ഒരു നേട്ടമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽ തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസി.